അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 10,000-കണക്കിന് വരുന്ന മദ്രസകളിൽ നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റന്നാളുമായി പൊതുപരീക്ഷ നടക്കുകയാണല്ലോ. ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കവും പരീക്ഷാ പേടിയും മാറ്റിയെടുക്കാനായി ഏതാനും ചില ടിപ്സുകൾ ഞാനിവിടെ പറയാം. വിദ്യാർത്ഥികൾ നന്നായി ശ്രദ്ധിക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ ഉന്നത വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാം ഇൻഷാ അല്ലാഹ്. പരീക്ഷാ ദിവസങ്ങളിൽ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അൽ-വാഖിയ സൂറത്തിലെ 10-ാമത്തെ ആയത്താണത്. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ഈ ആയത്ത് സുബഹി, മഗ്രിബ് എന്നീ നിസ്കാരത്തിന് ശേഷം പതിവാക്കി ചെല്ലുക. അതേപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി അദദ കമാലില്ലാഹി ബൈഫ്ലാലിഹി എന്ന് 7 പ്രാവശ്യം പരീക്ഷാ ദിവസങ്ങളിൽ 2 നേരവും പതിവാക്കുക. ഇതാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി അദദ കമാലില്ലാഹി ബൈഫ്ലാലിഹി എന്ന് 7 പ്രാവശ്യം 2 നേരം രാവിലെയും വൈകുന്നേരവും പതിവാക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ അറകളും തുറക്കപ്പെടുകയും പരീക്ഷ നിങ്ങൾ പഠിച്ചു വെച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരികയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അടുത്തത് വലത്തെ കൈവെള്ള, വലത്തെ കൈയിന്റെ ഉള്ളൻ കൈ ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് പരീക്ഷാ ദിവസങ്ങളിൽ രാവിലെ ചെല്ലുക. എന്ത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് 11 പ്രാവശ്യം രാവിലെ നിങ്ങൾ പരീക്ഷയിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങുമ്പോൾ ഈ ദിക്ർ ചെല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് 7 പ്രാവശ്യം ചൊല്ലി അത് വലത്തെ കൈവെള്ള ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് 11 പ്രാവശ്യം ചൊല്ലുക. അടുത്തത്, നിങ്ങൾ മദ്രസയിലെത്തി, പരീക്ഷാ ഹാളിലെത്തി, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഹൂ അല്ലാഹ് ഹൂ അല്ലാഹ് എന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് 5 പ്രാവശ്യം ചൊല്ലുക. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം റിലാക്സ് ആവുകയും നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. അടുത്തത്, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ വലത്തെ കൈ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചുകൊണ്ട് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് 3 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം എഴുത്ത് ആരംഭിക്കുക. വല്ല ചോദ്യത്തിന്റെയും ഉത്തരം മറന്നുപോയി എങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഖാലിഖുൽ അലീം എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മറന്നുപോയ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. അവസാനം പരീക്ഷയ്ക്ക് എഴുതി ഉസ്താദിന്റെ പേപ്പർ മടക്കി കൊടുക്കണ സമയത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ആ പേപ്പർ മടക്കി ഉസ്താദിനെ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെല്ലാവർക്കും ഉന്നത വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.